നമസ്കാരം. ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ധന്യ വിശ്വ. മകരവിളക്കിന് അയ്യപ്പ സന്നിധി ഒരുങ്ങി. മകരജ്യോതിക്ക് മുന്നോടിയായുള്ള ശുദ്ധിക്രിയകൾക്ക് സന്നിധാനത്ത് തുടക്കമായി. നാളെ വൈകിട്ട് 6:30-ക്കാണ് മകരജ്യോതി ദർശനം. കനത്ത സുരക്ഷയിലാണ് സന്നിധാനവും പരിസര പ്രദേശങ്ങളും. അയ്യപ്പ ഭക്തർ ദർശനപുണ്യം കൊതിക്കുന്ന മകരവിളക്കിന് ഒരു പകൽ മാത്രം ശേഷിക്കുമ്പോൾ സന്നിധാനം ഭക്തിലഹരിയിലാണ്. ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് സന്നിധാനത്തെത്തിയിരിക്കുന്നത്. മകരവിളക്കിന് മുന്നോടിയായുള്ള ശുദ്ധിക്രിയകൾക്ക് സന്നിധാനത്ത് തുടക്കമായി. തന്ത്രി കണ്ഠരര് രാജീവരുടെ നേതൃത്വത്തിലാണ് ശുദ്ധിക്രിയകൾ നടക്കുന്നത്. ഇന്നലെ ഇന്നുമായിട്ട് ശുദ്ധിക്രിയകൾ അതിന്റെ ഭാഗമായിട്ട് നടന്നു. ഇന്നലെ പ്രാസാദ ശുദ്ധിക്രിയകൾ നടന്നു. ഇന്ന് ബിംബശുദ്ധിക്രിയകൾ ഉച്ചപൂജയോടനുബന്ധിച്ച് നടക്കും. നാളെ വൈകിട്ട് തിരുവാഭരണം പന്തളത്തുനിന്ന് കൊണ്ടുവരുന്ന തിരുവാഭരണം ചാർത്തി ദീപാരാധന ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് 7:52 സംക്രമ പൂജ. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങുകളാണ് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം. നാളെ വൈകിട്ട് 6:30-ക്കാണ് തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന. തുടർന്ന് മകരജ്യോതി തെളിയും. പതിവിൽ നിന്ന് വ്യത്യസ്തമായി ദീപാരാധന കഴിഞ്ഞാണ് ഇത്തവണത്തെ സംക്രമ പൂജ. സൂര്യൻ ധനുരാശിയിൽ നിന്ന് മകരം രാശിയിലേക്ക് മാറുന്ന സംക്രമ മുഹൂർത്തമായ 7:52-ന് സംക്രമാഭിഷേകം നടക്കും. തിരുവിതാംകൂർ കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവരുന്ന നെയ്ത്തേങ്ങ ഉടച്ചാണ് അഭിഷേകം. മകരജ്യോതിക്ക് ശേഷം രാത്രിയിൽ മാളികപ്പുറത്തമ്മയെ ആനപ്പുറത്ത് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ 18-ാം പടിയിലേക്ക് ആനയിക്കും. മകരജ്യോതി ദർശനത്തിനായി സന്നിധാനത്തും പരിസരത്തുമായി 8ഓളം വ്യൂ പോയിന്റുകൾ തയ്യാറായി. പമ്പ ഹിൽ ടോപ്പിൽ ദർശനം അനുവദിക്കാത്തതിനാൽ ഇവിടങ്ങളിൽ തിരക്ക് കൂടും. മകരവിളക്കിനും മകരജ്യോതി ദർശനത്തിനുമായുള്ള കാത്തിരിപ്പാണ് ഇനി. വലിയ തിരക്കില്ലാത്തതിനാൽ ഏവർക്കും സുഗമമായ ദർശനം സാധ്യമാകും. സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ജോയ് നായർ, ന്യൂസ് 18. മകരസംക്രമത്തിന് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണ ഘോഷയാത്ര ഭക്തിയുടെ നിറവിൽ പ്രയാണം തുടരുന്നു. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി സായുധ പോലീസ് സംഘം യാത്രയ്ക്കൊപ്പമുണ്ട്. ഇന്ന് രാത്രി ലാഹയിൽ തങ്ങുന്ന ഘോഷയാത്ര നാളെ സന്നിധാനത്തെത്തും. പുലർച്ചെ അയിരൂർ പുതിയ കാവിൽ നിന്നും ആരംഭിച്ച തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് വിവിധ ക്ഷേത്രങ്ങളിൽ ലഭിച്ചത് ഭക്തിസാന്ദ്രമായ വരവേൽപ്പ്. ഇടക്കുളം, വടശ്ശേരിക്കര, പ്രയാർ ക്ഷേത്രങ്ങളിൽ തിരുവാഭരണ പേടകം തുറന്നുവെച്ചു. രാജപ്രതിനിധി രാഘവവർമ്മയുടെ നേതൃത്വത്തിലാണ് യാത്ര. ഗുരുസ്വാമി പന്തളം കുളത്തിനാൽ ഗംഗാധരപിള്ളയുടെ നേതൃത്വത്തിൽ 22 പേരാണ് തിരുവാഭരണങ്ങൾ എത്തുന്നത്. ഈ തിരുവാഭരണ പേടകമായിട്ട് പോകുന്നത് 54-ാമത്തെ വർഷമാണ്. എന്റെ 19-ാമത്തെ വയസ്സ് മുതൽ ഞാൻ ഈ പേടകം ചുമക്കാൻ തുടങ്ങിയത്. നാളെ പുലർച്ചെ ലാഹയിൽ നിന്നും അട്ടത്തോട് വഴി പരമ്പരാഗത വനപാതയിലൂടെ നീലിമല കയറി യാത്ര ശരംകുത്തിയിൽ എത്തും. മകരസംക്രമത്തിനായി മലയൊരുങ്ങുമ്പോൾ തിരുവാഭരണ ഘോഷയാത്ര പ്രയാണം തുടരുകയാണ്. ക്യാമറാമാൻ സി വിനോദിനൊപ്പം സുർജിത് അയ്യപ്പത്ത്, ന്യൂസ് 18. മകരവിളക്കിനോടനുബന്ധിച്ച് കനത്ത സുരക്ഷയിലാണ് ശബരിമല. വിവിധ വകുപ്പുകളുടെ അവലോകന യോഗം സന്നിധാനത്ത് ചേർന്നു. സ്ത്രീ പ്രവേശന വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ മുമ്പൊന്നുമില്ലാത്ത സുരക്ഷയാണ് ശബരിമലയിൽ ഒരുക്കിയിരിക്കുന്നത്. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ അറിയിച്ചു. മകരവിളക്കുമായി ബന്ധപ്പെട്ട എല്ലാ ക്രമീകരണങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്. എത്ര ലക്ഷം ആളുകൾ വന്നാലും അവർക്കെല്ലാം സൗകര്യപ്രദമായി മകരജ്യോതി കാണുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ചില സ്ഥലങ്ങൾ അപകടം പിടിച്ച സ്ഥലങ്ങൾ പ്രത്യേകം ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അവിടെയെല്ലാം തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പോലീസിന്റെ പ്രത്യേകമായിട്ടുള്ള സേവനം അവിടെയെല്ലാം തന്നെ ലഭ്യമാക്കിയിട്ടുണ്ട്. പ്രാവശ്യം സുപ്രീം കോടതി വിധിക്ക് ശേഷം ഒരു പ്രത്യേക സാഹചര്യം ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായി. ആ സാഹചര്യം വരുമാനത്തിലും സ്വാഭാവികമായിട്ടും പ്രതിഫലിക്കുന്നുണ്ട്. അതെല്ലാം മറികടക്കാൻ നമുക്ക് സാധിക്കും. വരുന്ന എല്ലാ പ്രശ്നങ്ങളും തീർത്തിട്ടുണ്ട്. തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കുന്നതുൾപ്പെടെ മകരവിളക്കിന്റെ നടത്തിപ്പ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചു. ആർ കിരൺ ബാബു ഉണ്ട് സന്നിധാനത്ത്. കിരൺ, എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മന്ത്രിയും പറയുമ്പോൾ എത്രത്തോളം സജ്ജീകരണങ്ങളാണ് ശബരിമലയിൽ ഒരുക്കിയിരിക്കുന്നത്? അവസാനവട്ട അവലോകന യോഗമാണ് അല്പം മുമ്പ് നടന്നത്. ഈ അവലോകന യോഗത്തിൽ പൊതുവായി ഈ ശബരിമലയിൽ ഒരുക്കിയ സുരക്ഷയും മറ്റു സൗകര്യങ്ങളെല്ലാം അടിസ്ഥാനപരമായി തൃപ്തി രേഖപ്പെടുത്തുകയാണ് ഉണ്ടായത്. ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തേണ്ടതെല്ലാം ആ അവലോകന യോഗത്തിൽ തീരുമാനമായിട്ടുള്ള സുരക്ഷയെ സംബന്ധിച്ച് വിപുലമായ ഒരുക്കങ്ങളാണ് ചെയ്തിട്ടുള്ളത്. IG ബൽറാം കുമാർ ഉപാധ്യായയുടെ നേതൃത്വത്തിൽ 2275 പോലീസുകാരെയാണ് ഇവിടെ നിയോഗിച്ചിട്ടുള്ളത്. ആവശ്യമെങ്കിൽ കൂടുതൽ പോലീസുകാരെ നിയോഗിക്കാനുള്ള തീരുമാനവുമുണ്ട്. അതിന് സജ്ജരായി പോലീസ് സേന എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു ഒരുക്കങ്ങൾ, ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങൾ ഇതെല്ലാം ഒരുക്കിയിട്ടുണ്ട്.
അറിയിച്ചിട്ടുണ്ട്. പമ്പ ഹിൽ ടോപ്പിൽ ഇത്തവണ പ്രളയം തകർത്ത പമ്പയിലെ അപകട സാധ്യത കണക്കിലെടുത്താണ് പമ്പ ഹിൽ ടോപ്പിൽ ഇത്തവണ മകരജ്യോതി ദർശനത്തിനുള്ള അവസരം ഒരുക്കിയിട്ടില്ല. അത് അവിടെ ഭക്തരെ പ്രവേശിപ്പിക്കുന്നില്ല. അതിനു പകരം മറ്റ് സ്ഥലങ്ങളിൽ പ്രവേശനം അനുവദിച്ചിട്ടുണ്ട്. ഈ ഭക്തർ ഇവിടെ എത്ര എത്തിയാലും മുൻ വർഷങ്ങൾ എത്തിയ ഭക്തരെക്കാൾ ഈ വർഷം ഏകദേശം 1.5 ലക്ഷത്തോളം ഭക്തർ കുറവായിരിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ തിരക്ക് മൂലമുണ്ടാകുന്ന വലിയ പ്രശ്നങ്ങൾക്ക് വലിയൊരു പരിധിവരെ കുറവുണ്ടാവും എന്നും പ്രതീക്ഷിക്കുന്നു. എന്നാൽ ഇപ്പോഴത്തെ പുതിയ സാഹചര്യത്തിൽ അതീവ ജാഗ്രതയിലാണ് പോലീസ്. മറ്റു തരത്തിലുള്ള ഒരു സുരക്ഷാ ഭീഷണിയും ഉണ്ടാകാത്ത രീതിയിലേക്ക് ജാഗ്രതയോടുകൂടിയാണ് പോലീസ് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഈ അവലോകന യോഗത്തിന് തീരുമാനമായി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ പറഞ്ഞു. അടുത്ത വർഷം മുതൽ നിലയ്ക്കൽ വരെ പമ്പ വരെയുള്ള സർവീസ് ഇപ്പോൾ KSRTC ആണ് നടത്തുന്നത്. അത് ടിക്കറ്റ് എടുത്തുകൊണ്ടാണ് ഭക്തർ ഇവിടെ എത്തുന്നത്. അതിന് പകരമായി സൗജന്യ സർവീസിനുള്ള ശ്രമം തീരുമാനത്തിലാണ് ദേവസ്വം ബോർഡ്. അടുത്ത ഈ വിഷു കാലം മുതൽ തന്നെ ഇത്തരം സൗജന്യ സർവീസിനുള്ള ശ്രമം ആരംഭിക്കും. കുറേയേറെ വ്യക്തികളും സ്ഥാപനങ്ങളടക്കമുള്ളവർ ഇങ്ങനെ സൗജന്യ സർവീസിന് വേണ്ടി വാഹനം വിട്ടു നൽകാൻ അനുവദിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ യുവതി പ്രവേശനം സംബന്ധിച്ച ഈ ദേവസ്വം ബോർഡ് നിലപാട് സംബന്ധിച്ച് ചോദിച്ചപ്പോൾ കൃത്യമായ ഉത്തരം പറയാൻ അദ്ദേഹം തയ്യാറായില്ലെങ്കിലും അദ്ദേഹം പറഞ്ഞ ഉത്തരത്തിൽ എല്ലാ സൂചനകളും ഉൾക്കൊള്ളുന്നുണ്ട്. കഴിഞ്ഞ പല ആചാരങ്ങളും ശബരിമലയിൽ മാറിയിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് പോലും ആചാരം മാറി. മുമ്പ് മാറിയ ഒരു ആചാരത്തിന് സൂചനയായി അദ്ദേഹം പറഞ്ഞത് മലയാളന്മാർക്കായിരുന്നു ഇവിടെ തേനഭിഷേകത്തിന് അധികാരമുണ്ടായിരുന്നത്. അവർ ഈ അവകാശം വേണമെന്ന് പറയുന്നു. അപ്പോൾ ആ ആചാരം മാറിയിട്ടുണ്ട്. ഏറ്റവും അടുത്തിടയ്ക്ക് അദ്ദേഹം മാറിയ 2 പ്രധാന ആചാരമായി പറയുന്നത് ശബരിമല സന്നിധാനം കനത്ത സുരക്ഷയിലാണ്. അവലോകന യോഗം ചേർന്നു. ശബരിമല മകരവിളക്കിന് മുന്നോടിയായി പമ്പയിൽ ആചാര തനിമയോടെ പമ്പ സദ്യ. സർവ്വ ഐശ്വര്യത്തിനുമായുള്ള പമ്പ വിളക്ക് വൈകിട്ട് നടക്കും. ചോറും 12 കൂട്ടം കറികളും, മധുരം പകരാൻ പാൽപ്പായസം. അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ഉച്ചപൂജ കഴിഞ്ഞതോടെ അയ്യപ്പന് നേദ്യം. തുടർന്ന് പന്തിയിൽ വിളമ്പി തുടങ്ങി. തീണ്ടലും തൊട്ടുകൂടായ്മയിൽ നിലനിന്ന കാലം. പേട്ടതുള്ളി സന്നിധാനത്തേക്ക് പുറപ്പെട്ട അമ്പലപ്പുഴ സംഘം സദ്യയൊരുക്കി പന്തിഭോജനം നടത്തി. കാലങ്ങൾ കഴിഞ്ഞെങ്കിലും ആചാരങ്ങൾക്ക് മാറ്റമില്ല. ശബരിമലയിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതേപടി നിലനിർത്തി ഇവിടെ എത്തുന്ന അമ്പലപ്പുഴ സംഘത്തോടൊപ്പം വരുന്ന അയ്യപ്പന്മാർക്കും കൂടാതെ പമ്പയിലെത്തുന്ന ഒരു 2000 പേർക്കോളം നമ്മൾ ഇവിടെ അന്നദാനം എന്നുള്ള നിലയിൽ തന്നെ പമ്പാ സദ്യ നടത്തുന്നു. അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ 7 പാചകക്കാരിൽ നിന്ന് നറുക്കിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്നയാൾക്കാണ് പാചകത്തിന്റെ അവകാശം. അമ്പലപ്പുഴ ഞങ്ങൾ കൊടുത്ത പ്രസാദ കൂട്ടിന് 7 പാചകക്കാരുണ്ട്. നറുക്കിട്ടാണ് എടുക്കുന്നത്. ഓരോ വർഷവും ഞാൻ 26 വർഷത്തോളം ഞാൻ ചെയ്തായിരുന്നു. അന്ന് നറുക്കൊന്നുമല്ല. ഇപ്പോൾ 7 പാചകക്കാർ വന്നപ്പോൾ നറുക്കായി. അതിനുശേഷം ഇപ്പോൾ നറുക്കിട്ട് വന്നപ്പോൾ 6 വർഷം കൂടിയിട്ട് എനിക്കില്ലായിരുന്നു. ഇപ്പോൾ 7ാമത്തെ വർഷം വീണ്ടും കിട്ടി. വൈകിട്ട് സന്ധ്യാദീപാരാധനയ്ക്ക് ശേഷമുള്ള പമ്പാവിളക്കിനുള്ള ഒരുക്കങ്ങളും പൂർത്തിയായി. വിളക്ക് കഴിയുന്നതോടെ പമ്പയിൽ തമ്പടിച്ചിരിക്കുന്ന തീർത്ഥാടകർ പൂർണ്ണമായി സന്നിധാനത്തേക്ക് നീങ്ങും. ന്യൂസ് 18 പമ്പ. ആർത്തവം അയിത്തമല്ലെന്ന് പ്രഖ്യാപിച്ച് കൊച്ചിയിൽ നടക്കുന്ന ആർത്തവം പരിപാടിയിൽ മുഖ്യമന്ത്രി പങ്കെടുക്കില്ല. സംഘാടകർ തീവ്ര ആക്ടിവിസ്റ്റുകളാണെന്ന പോലീസ് റിപ്പോർട്ടിനെ തുടർന്നാണ് തീരുമാനം. പരിപാടിക്ക് എത്താമെന്ന് മുഖ്യമന്ത്രി സമ്മതിച്ചിരുന്നതാണെന്നും അവസാന നിമിഷത്തെ പിന്മാറ്റത്തിന്റെ കാരണം അറിയില്ലെന്നും സംഘാടകർ അറിയിച്ചു. ശബരിമല യുവതീ പ്രവേശന വിധിയെ തുടർന്ന് ആർത്തവ ഐത്തത്തിനെതിരെ കൊച്ചിയിൽ നടക്കുന്ന ആർത്തവം പരിപാടിയിലെ പൊതുസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുമെന്നാണ് സംഘാടക സമിതി അറിയിച്ചിരുന്നത്. എന്നാൽ പോലീസ് റിപ്പോർട്ടിനെ തുടർന്ന് മുഖ്യമന്ത്രി പിന്മാറിയെന്നാണ് വിവരം. ഇന്ന് രാവിലെ കൊച്ചിയിൽ തന്നെ 2 പരിപാടികളിൽ മുഖ്യമന്ത്രി പങ്കെടുത്തിരുന്നു. ഉച്ചയ്ക്ക് ശേഷവും മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടികൾ കൊച്ചിയിലുണ്ട്. ആർത്തവം പരിപാടിക്ക് എത്തില്ല എന്ന വിവരം സംഘാടകരെ ആരും അറിയിച്ചിരുന്നില്ല എന്ന് അഡ്വക്കേറ്റ് TB ബിനി പറഞ്ഞു. ഇന്ന് രാവിലെ ഞാൻ വിളിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞു മുഖ്യമന്ത്രി ഗസ്റ്റ് ഹൗസിലുണ്ട്, പോയി കണ്ട് സംസാരിച്ചിട്ട് നമ്മൾ വരും, വരില്ലെങ്കിൽ വിളിച്ചറിയിക്കാം എന്ന് പറഞ്ഞു. ഇത്രയും ഞങ്ങൾക്ക് അറിയുള്ളൂ. വരുമെന്നാണ് ഇപ്പോഴും ഞങ്ങൾ വിശ്വസിക്കുന്നത്. അഡ്വക്കേറ്റ് ഇന്ദിര ജയ്സിംഗ്, KPMS രക്ഷാധികാരി പുന്നല ശ്രീകുമാർ, CPI നേതാവ് ആനി രാജ തുടങ്ങിയ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ആർത്തവത്തിനെ എതിർക്കുന്നവർക്കെതിരായ വിവിധ സ്ത്രീ കൂട്ടായ്മകളുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചിരുന്നത്. ഇതിന്റെ ഭാഗമായി ഇന്നലെ കൊച്ചിയിൽ ആർത്തവ റാലിയും നടന്നിരുന്നു. മുഖ്യമന്ത്രി പങ്കെടുക്കാത്തതിനെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ന്യൂസ് 18 കൊച്ചി. ഉത്തർപ്രദേശിലെ മുഴുവൻ സീറ്റിലും ഒറ്റയ്ക്ക് മത്സരിച്ച് ശക്തി തെളിയിക്കാൻ ഒരുങ്ങി കോൺഗ്രസ്. ഫെബ്രുവരിയിൽ സംസ്ഥാനത്തെ 15ലധികം റാലികളിൽ പാർട്ടി അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പങ്കെടുക്കും. സഖ്യത്തിൽ നിന്ന് ഒഴിവാക്കിയത് തിരിച്ചടിയല്ലെന്നും പാർട്ടി ശക്തി തെളിയിക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. കോൺഗ്രസിനെ ഒഴിവാക്കി സമാജ്വാദി പാർട്ടിയും BSPയും കൈകൊടുത്തതോടെയാണ് ഉത്തർപ്രദേശിൽ സ്വീകരിക്കേണ്ട രാഷ്ട്രീയ തന്ത്രങ്ങൾക്ക് കോൺഗ്രസ് നേതൃത്വം രൂപം നൽകിയത്. സംസ്ഥാനത്തെ 80 സീറ്റുകളിലും മത്സരിക്കാനാണ് നേതൃത്വത്തിന്റെ ധാരണ. പടിഞ്ഞാറൻ UPയിലെ ഹാപ്പൂരിൽ നിന്ന് കോൺഗ്രസ് അധ്യക്ഷൻ
പ്രചാരണത്തിന് തുടക്കം കുറിക്കും. ഷഹ്റൻപൂരിലും ബറേലിയിലും മൊറാദാബാദിലും രാഹുൽ റാലിയിൽ പങ്കെടുക്കും. കാർഷിക മേഖലയുടെ പ്രതിസന്ധിയായിരിക്കും മുഖ്യ പ്രചാരണ വിഷയം. ഫെബ്രുവരി മാസത്തിൽ മാത്രം രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന 15 റാലികളാണ് സംസ്ഥാനത്ത് നിശ്ചയിച്ചിരിക്കുന്നത്. കോൺഗ്രസിനെ ഒഴിവാക്കി സമാജ്വാദി പാർട്ടിയും BSPയും സഖ്യം പ്രഖ്യാപിച്ചത് തിരിച്ചടിയാകില്ലെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. I think the Congress party has a tremendous amount to offer the people of Uttar Pradesh. So we will obviously do our best as the Congress party. We will fight for our ideology, and I think we might give a surprise or two to people. 2009 ഒറ്റയ്ക്ക് മത്സരിച്ച് 22 സീറ്റുകൾ നേടിയ ചരിത്രമാണ് കോൺഗ്രസ് നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നത്. പുതിയ സഖ്യം BJPയേക്കാൾ കോൺഗ്രസിന് ഗുണകരമാകുമെന്നും പാർട്ടി കരുതുന്നു. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. സ്ഥാനാർത്ഥി നിർണയത്തിലെ പതിവ് ശൈലി അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാറുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പറയുമ്പോഴും ഇത് പ്രായോഗികമാക്കുക എളുപ്പമാകില്ലെന്ന് സൂചന. സിറ്റിംഗ് എംപിമാരും സീറ്റ് മോഹികളായ മുതിർന്ന നേതാക്കളും ചർച്ചയിൽ നിറഞ്ഞതോടെ പുതുമുഖങ്ങൾക്ക് അവസരം നൽകുക എന്നത് വലിയ വെല്ലുവിളിയാകും. ഗ്രൂപ്പുകളെ തൃപ്തിപ്പെടുത്തുന്ന സീറ്റ് വിഭജനം തന്നെയാകും ഇത്തവണയും സംസ്ഥാനത്ത് നടക്കുക. ഈ RSSനെയും മോഡിയെയും പരാജയപ്പെടുത്താനും അതിന് കേരളത്തിലെ കോൺഗ്രസ് നിങ്ങളുടെ പങ്ക് വഹിക്കണം. കുറച്ചുകൂടെ ഉണരണം, കുറച്ചുകൂടെ താഴോട്ട് പോകണം, ഏറ്റവും അടിവേറിലേക്ക് പോകണം. സീറ്റുറപ്പിക്കാൻ സിറ്റിംഗ് എംപിമാർ, ഒഴിവുകളിൽ കണ്ണുനട്ട് സ്ഥാനമോഹികൾ. ഇതിനിടയിൽ AK ആന്റണിയുടെ ഈ പ്രഖ്യാപനം എങ്ങനെ സാധ്യമാകും? ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ അണിയറയിൽ തിരക്കിട്ട ചർച്ചകളാണ്. ഗ്രൂപ്പുകളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടുള്ള സീറ്റ് വിഭജന ശൈലിക്ക് ഇത്തവണയും കാര്യമായ മാറ്റമുണ്ടായേക്കില്ല. അപ്പോൾ എങ്ങനെ ദേശീയതലത്തിൽ രാഹുൽ ഗാന്ധി ലക്ഷ്യമിടുന്ന പുതുതലമുറ പങ്കാളിത്തം കേരളത്തിൽ ഉറപ്പുവരുത്തും? KPCC യോഗത്തിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ് നേതൃസംഗമത്തിലും സ്ഥാനാർത്ഥി നിർണയത്തിലെ പതിവ് ശൈലിക്ക് മാറ്റമുണ്ടാകുമെന്ന് AK ആന്റണി പ്രഖ്യാപിച്ചിരുന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസിൽ ഇത്തരം പ്രഖ്യാപനങ്ങൾ പതിവാണെങ്കിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇത് പ്രകടമാവാറില്ല. പതിവ് മുഖങ്ങൾ തന്നെ സ്ഥാനാർത്ഥികളാവും. ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ അതിപ്രസരമുള്ള കേരളത്തിൽ നേതാക്കൾ നടത്താറുള്ള വീതം വയ്പിനെ ഹൈക്കമാൻഡ് കാര്യമായി എതിർക്കാറുമില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തിയ സാഹചര്യത്തിൽ നേതാക്കളെ മണ്ഡലങ്ങളുടെ പേരു ചേർത്ത് ചർച്ച തുടങ്ങിക്കഴിഞ്ഞു. പതിവ് നേതാക്കളാരും പിന്മാറാത്ത സാഹചര്യത്തിൽ പുതുമുഖങ്ങൾക്ക് ആരു വാതിൽ തുറന്നു നൽകുമെന്നതാണ് ചോദ്യം. TG സജിത്, ന്യൂസ് 18, തിരുവനന്തപുരം. കോൺഗ്രസിലേക്ക് ക്ഷണിച്ച K മുരളീധരന് മറുപടിയുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A പത്മകുമാർ. സ്വന്തം സ്ഥാനം പാർട്ടിയിൽ ഉറപ്പാണോ എന്ന് മുരളീധരൻ പരിശോധിക്കണമെന്ന് പത്മകുമാർ പറഞ്ഞു. താൻ ഇതുവരെ പാർട്ടിയോ മുന്നണിയോ മാറിയിട്ടില്ല. പിടിച്ച കൊടി ജീവിത അവസാനം വരെ കൊണ്ടു നടക്കുമെന്നും പത്മകുമാർ സന്നിധാനത്ത് പറഞ്ഞു. ഈ കോൺഗ്രസിനകത്തേക്കൊക്കെ ആളിനെ ക്ഷണിക്കുമ്പോൾ ഈ ക്ഷണിക്കുന്നവരുടെ സ്ഥാനം അതിനകത്ത് ഉറപ്പാണോ എന്നുള്ളതൊന്ന് ഉറപ്പാക്കണം. രണ്ടാമത്തെ കാര്യം, രാമൻ നായരെ പോലുള്ളവരെ പോലും കോൺഗ്രസിനകത്ത് സംരക്ഷിക്കാൻ കഴിയാത്തവരാണ് ഇപ്പോൾ പുതിയ ആൾക്കാരെ അങ്ങോട്ട് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെയൊക്കെ പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ചില കാഴ്ചപ്പാടുകളുള്ളവരാണ്. അതല്ലാതെ ഇപ്പോൾ എൻ്റെ ഭാവിയെ പറ്റിയാണ് അദ്ദേഹത്തിൻ്റെ എന്നെ പറ്റിയുള്ള കരുതലിന് എനിക്ക് ഏറ്റവും സന്തോഷം തന്നെയാണ്. എനിക്കെൻ്റെ പാർട്ടിയോ ഞാൻ നിന്ന മുന്നണിയോ മാറേണ്ടി വന്നിട്ടില്ല. നിന്ന പാർട്ടിയോ മുന്നണിയോ മാറേണ്ടി വന്നവരും മാറിയും മറിഞ്ഞും നിന്നിട്ടുള്ളവരും. ആലപ്പാട്ടെ കരിമണൽ ഖനനത്തിനെതിരായ സമരം കോൺഗ്രസ് ഏറ്റെടുക്കില്ല. സമരത്തിന് പിന്തുണ നൽകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഖനനം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നേതാവ് CR മഹേഷ് 24 മണിക്കൂർ നിരാഹാര സത്യാഗ്രഹം തുടങ്ങി. സമരം ഹൈജാക്ക് ചെയ്യാൻ ആരെയും അനുവദിക്കില്ലെന്ന് സമരസമിതി വ്യക്തമാക്കി. സേവ് ആലപ്പാട് സമരം വലിയ ചർച്ചയായ സാഹചര്യത്തിലാണ് കോൺഗ്രസ് പിന്തുണയുമായി എത്തിയത്. IREL നടത്തുന്ന ഖനനം അവസാനിപ്പിക്കണം, സീ വാഷിംഗ് നിർത്തിവെക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് യൂത്ത് കോൺഗ്രസ് നേതാവ് CR മഹേഷ് ആലപ്പാട്ടെ സമരപ്പന്തലിൽ നിരാഹാരം തുടങ്ങി. 24 മണിക്കൂർ സത്യാഗ്രഹം സ്ഥലം MPയും AICC ജനറൽ സെക്രട്ടറിയുമായ KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. സമരം കോൺഗ്രസ് ഏറ്റെടുക്കില്ലെന്നും പിന്തുണ നൽകുകയാണ് ചെയ്യുന്നതെന്നും KC വേണുഗോപാൽ പറഞ്ഞു. അവർ സമരം നടത്തുന്ന സമരമാണ്. ആ സമരത്തിനോട് അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ട് ഞങ്ങളെല്ലാവരും നിൽക്കുകയാണ്. അവർ ഈ ഒരു പ്രദേശത്തെ ജനങ്ങളുടെ അതിജീവനവുമായി ബന്ധപ്പെട്ട് അവർ ഉയർത്തുന്ന യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു ജനകീയ പ്രക്ഷോഭമാണ് ഇത് എന്നുള്ള കാര്യം സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് അതിന് പിന്തുണ അർപ്പിക്കാൻ എത്തുന്നതാണ്. ഹൈജാക്കിന്റെ പ്രശ്നം തന്നെ എത്തില്ല, ഏറ്റെടുക്കുന്ന പ്രശ്നം. സമരം ഹൈജാക്ക് ചെയ്യാൻ ആരെയും അനുവദിക്കില്ലെന്ന് സമരസമിതി വ്യക്തമാക്കി. സമരപന്തലിലേക്ക് ആർക്കും പിന്തുണയുമായി വരാം. ഇവിടെ കോൺഗ്രസ്സുകാർ വന്നാലും BJPക്കാർ വന്നാലും CPMകാർ വന്നാലും CPIക്കാർ വന്നാലും ആര് വന്നാലും സ്വാഗതം ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും ഈ സമരം ഏറ്റെടുക്കാൻ അനുവദിക്കില്ല എന്നുള്ളത് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ചർച്ചയ്ക്കായി സംസ്ഥാന സർക്കാർ ഇതുവരെ ക്ഷണിച്ചിട്ടില്ല.
16-ാം തീയതി നടക്കുന്ന ഉന്നതതല യോഗത്തിന് ശേഷം ഭാവി പരിപാടികൾ തീരുമാനിക്കും. ഖനനം നിർത്തിവെക്കണമെന്ന നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്നും സമരസമിതി നേതാക്കൾ അറിയിച്ചു. ന്യൂസ് 18 കൊല്ലം. സഭാതർക്കം നിലനിൽക്കുന്ന കോലഞ്ചേരി പഴന്തോട്ടം പള്ളിയിൽ സംഘർഷത്തിനായവർ. പള്ളിക്കുള്ളിൽ കഴിഞ്ഞിരുന്ന ഓർത്തഡോക്സ് വിഭാഗം പള്ളി പൂട്ടി പുറത്തിറങ്ങി. പ്രാർത്ഥനായജ്ഞം തുടരുമെന്ന് യാക്കോബായ പക്ഷം അറിയിച്ചു. ഇന്നലെ ഓർത്തഡോക്സ് വിഭാഗം വൈദികർ പൂട്ട് തകർത്ത് ഉള്ളിൽ പ്രവേശിച്ചതോടെ ആരംഭിച്ച സംഘർഷത്തിനാണ് ഇപ്പോൾ താൽക്കാലിക ശമനമായിരിക്കുന്നത്. നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് യാക്കോബായ വിഭാഗം അധ്യക്ഷൻ തോമസ് പ്രഥമൻ കാതോലിക്ക ബാബ ആരംഭിച്ച ഉപവാസ സമരം ഇന്ന് പുലർച്ചെ അവസാനിപ്പിച്ചു. ആർഡിഒയുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ പഴന്തോട്ടം പള്ളിയോട് ചേർന്നുള്ള ചാപ്പലിൽ കുർബാന അർപ്പിക്കാൻ അവസരം നൽകിയതോടെയാണ് കാതോലിക്ക ബാബ ഉപവാസം അവസാനിപ്പിച്ച് മടങ്ങിയത്. പള്ളിയിൽ കുർബാനയും പ്രാർത്ഥനയും പൂർത്തിയാക്കിയ ഓർത്തഡോക്സ് വിഭാഗം വൈദികരും വിശ്വാസികളും പള്ളി പൂട്ടിയ ശേഷം മടങ്ങിപ്പോയി. പോലീസ് സഹായത്തോടെ മറുപക്ഷം കോടതി വിധി ലംഘിച്ചതായി മത്തായി ഇടയനാൽ കോറപ്പിസ്കോപ്പ ആരോപിച്ചു. കളക്ടർ ലംഘിച്ചത് എങ്ങനെയാണ്? കളക്ടർ കോടതി ഉത്തരവ് പാലിച്ചു, പിന്നെ വേറെ ആരൊക്കെയോ ലംഘിച്ചു. ഈ ചെയ്ത SP-യും DYSP ഉൾപ്പെടുന്ന പോലീസുകാരുടെ ഒത്താശയോടുകൂടി ഇതെല്ലാം നടന്നു. നീതി ലഭിക്കും വരെ പ്രാർത്ഥനായജ്ഞം തുടരുമെന്ന നിലപാടിലാണ് യാക്കോബായ പക്ഷം. ഈ രാജ്യത്ത് ഏത് മനുഷ്യനും അവൻ്റെതായ മതത്തിൽ വിശ്വസിക്കാനോ ആരാധിക്കാനോ റൈറ്റുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ പൂർവികന്മാർ ഞങ്ങൾക്ക് പകർന്നു തന്ന വിശ്വാസത്തിൽ ഞങ്ങൾ മുമ്പോട്ട് പോകും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ പ്രാർത്ഥനായജ്ഞം മുമ്പോട്ട് കൊണ്ടുപോകും. പള്ളിയിൽ കനത്ത പോലീസ് കാവൽ തുടരുന്നുണ്ട്. ഓർത്തഡോക്സ് പക്ഷം പ്രാർത്ഥനായജ്ഞം അവസാനിപ്പിക്കുകയും യാക്കോബായ അധ്യക്ഷൻ ഉപവാസം അവസാനിപ്പിക്കുകയും ചെയ്തതോടെ താൽക്കാലികമായി അന്തരീക്ഷം ശാന്തമാണ്. എങ്കിലും നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണ് വിശ്വാസികൾ. ക്യാമറാമാൻ ശ്യാംദാസിനൊപ്പം എൻ ശ്രീനാഥ്, ന്യൂസ് 18 കൊച്ചി. CBI മുൻ ഡയറക്ടർ അലോക് വർമ്മയ്ക്കെതിരെ CBI അന്വേഷണത്തിന് കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ ശുപാർശ ചെയ്തേക്കും. മൊയിൻ ഖുറേഷി കേസിൽ അലോക് വർമ്മയെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നാണ് CVC നിലപാട്. അലോക് വർമ്മയ്ക്കെതിരെ അഴിമതി ആരോപണങ്ങളിൽ തെളിവില്ലെന്ന് അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ച ജസ്റ്റിസ് AK പട്നായിക് വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് CVC നീക്കം. CBIയിലെ തർക്കം പുതിയ തലത്തിലേക്ക് നീങ്ങുന്നതിന്റെ സൂചനകളാണ് പുറത്തുവരുന്നത്. ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് നീക്കിയ അലോക് വർമ്മയ്ക്കെതിരെ CBI അന്വേഷണം വേണമെന്ന് KV ചൌധരി അധ്യക്ഷനായ കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ ശുപാർശ ചെയ്തേക്കും. ഇത് സംബന്ധിച്ച് കേന്ദ്രത്തിന് ഉടൻ കത്ത് നൽകും. വിവാദ വ്യവസായി മൊയിൻ ഖുറേഷി കേസിൽ അലോക് വർമ്മയെ വിശദമായി ചോദ്യം ചെയ്യണമെന്നാണ് ആവശ്യം. കേസിലെ ഇടനിലക്കാരൻ സനിയുടെ ടെലഫോൺ സംഭാഷണത്തിൽ CBIയിലെ 1-ാം നമ്പർ ഉദ്യോഗസ്ഥനുമായി സംസാരിച്ചുവെന്നും മൊയിൻ ഖുറേഷിക്ക് ആശ്വാസകരമായ റിപ്പോർട്ട് തയ്യാറാക്കുമെന്ന് ഉറപ്പു ലഭിച്ചതായും പറയുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ അലോക് വർമ്മയുടെ ഇടപെടൽ തെളിയിക്കുന്നതിന് CBI അന്വേഷണം വേണമെന്നാണ് CVCയുടെ നിലപാട്. അതേസമയം CVC പക്ഷം പിടിക്കുന്നുവെന്ന് അലോക് വർമ്മ ആരോപിച്ചു. രാകേഷ് അസ്താനയെ സംരക്ഷിക്കണമെന്ന് KV ചൌധരി തന്നെ നേരിൽ കണ്ട് ആവശ്യപ്പെട്ടതായും അലോക് വർമ്മ ആരോപിച്ചു. CBI മുൻ ഡയറക്ടർ അലോക് വർമ്മ കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ലെന്ന് നേരത്തെ CVC അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ച ജസ്റ്റിസ് AK പട്നായിക് വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് 18 ഡൽഹി. നിപ ബാധ സമയത്ത് ജോലി ചെയ്ത തൊഴിലാളികളെ പിരിച്ചുവിട്ടതിനെതിരായ സമരം ശക്തമാക്കാൻ ഒരുങ്ങി സമരസമിതി. ബുധനാഴ്ച മുതൽ അനിശ്ചിതകാല സമരം തുടങ്ങാനാണ് തീരുമാനം. തൊഴിലാളികളുടെ സമരം 10ാം ദിവസത്തിലേക്ക് കടന്നു. സ്ഥിരം നിയമനത്തിന് തടസ്സമുണ്ടെങ്കിൽ പിരിച്ചുവിട്ട 42 പേരെയും കരാർ അടിസ്ഥാനത്തിലെങ്കിലും തിരികെ പ്രവേശിപ്പിക്കണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം. നിയമനം സ്ഥിരപ്പെടുത്തുന്നതിനുള്ള തടസ്സങ്ങൾ നീക്കാൻ സർക്കാർ ഇടപെടണം. താൽക്കാലിക ഒഴിവുകൾ വരുമ്പോൾ പിരിച്ചുവിട്ട തൊഴിലാളികളെ പരിഗണിക്കാമെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ പറഞ്ഞെങ്കിലും തിരിച്ചെടുക്കൽ ഉടൻ ഉണ്ടാവില്ലെന്ന സൂചന ലഭിച്ചതോടെയാണ് സമരം ശക്തമാക്കാനുള്ള തീരുമാനം. അപ്പോൾ ഓരോ നേർച്ചക്കോഴികളാക്കി ഞങ്ങൾ അങ്ങോട്ട് ഒഴിഞ്ഞു വിട്ടിട്ട് ആവശ്യം കഴിഞ്ഞപ്പോൾ കറിവേപ്പില പോലെ ഇപ്പോൾ ഓരോ എന്താ പറയുക മുടന്ത് ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജീവൻ പണയം വെച്ചും നിപ്പ കാലത്ത് ജോലി ചെയ്തവരെ പിരിച്ചുവിട്ടത് താൽക്കാലിക ജീവനക്കാരുടെ ഒഴിവിൽ സ്വന്തക്കാരെ തിരുവിക്കയറ്റാനാണെന്നും ആരോപണമുണ്ട്. ജീവനക്കാരിൽ ആയ കുറച്ചുപേർ ഈ പാവപ്പെട്ട ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ അവരുടെ സ്വന്തക്കാരെ നുഴഞ്ഞു കയറ്റാനുള്ള ഒരു പരിശ്രമമാണ് ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശുചീകരണ തൊഴിലാളികൾ, നഴ്സിംഗ് അസിസ്റ്റന്റുമാർ എന്നിവരാണ് ഇപ്പോൾ സമരത്തിനുള്ളത്. 2 ദിവസത്തിനകം നടപടിയുണ്ടായില്ലെങ്കിൽ ബുധനാഴ്ച മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കും. ന്യൂസ് 18 കോഴിക്കോട്. സാമ്പത്തിക സംവരണ ബിൽ പാസാക്കിയതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നന്ദി അറിയിച്ച് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. സാമൂഹിക നീതി നടപ്പാക്കാനുള്ള ഇച്ഛാശക്തിയോടെയുള്ള നടപടിയാണ് ബില്ലിലുള്ളതെന്ന് പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ പറയുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തുനിൽക്കെ സുകുമാരൻ നായരുടെ കത്ത് രാഷ്ട്രീയമായി ഗുണം ചെയ്യുമെന്നാണ് BJP നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. സാമ്പത്തിക സംവരണം എന്ന കാലങ്ങളായുള്ള NSSന്റെ ആവശ്യം നടപ്പായതിന് നന്ദി അറിയിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ കത്തയച്ചത്.
സാമൂഹിക നീതി നടപ്പാക്കാനുള്ള ഇച്ഛാശക്തിയാണ് ഇതിലൂടെ തെളിഞ്ഞിരിക്കുന്നതെന്ന് സുകുമാരൻ നായർ കത്തിൽ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ UPA സർക്കാർ അടക്കം മുൻകാലങ്ങളിൽ ഭരിച്ച സർക്കാരുകളൊന്നും ഇക്കാര്യത്തിൽ ആത്മാർത്ഥത കാണിച്ചില്ലെന്ന വിമർശനവും NSS ഉന്നയിക്കുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ NSSന്റെ രാഷ്ട്രീയ നിലപാട് സൂചിപ്പിക്കുന്നതാണ് സുകുമാരൻ നായരുടെ കത്ത്. മോദി സർക്കാർ അധികാരമേറ്റെടുത്ത ശേഷം പലതവണ കത്തിലൂടെയും പ്രമേയവുമായി NSS ഈ ആവശ്യം മുന്നോട്ട് വച്ചിരുന്നതായി സുകുമാരൻ നായർ പറഞ്ഞു. കേരള യാത്രയിൽ പ്രധാനമന്ത്രി NSS ആസ്ഥാനം സന്ദർശിക്കുമെന്ന സൂചനയും BJP വൃത്തങ്ങൾ നൽകുന്നുണ്ട്. ശബരിമല വിഷയത്തിന് പിന്നാലെ സാമ്പത്തിക സംവരണത്തിൽ കൂടി അനുകൂല നിലപാട് സ്വീകരിച്ചതോടെ NSSുമായി ശക്തമായി അടുക്കാൻ കഴിഞ്ഞുവെന്നതാണ് BJP ദേശീയ നേതൃത്വത്തിന്റെയും വിലയിരുത്തൽ. ന്യൂസ് 18 കോട്ടയം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നവീകരണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിൽ. കേന്ദ്ര സർക്കാരിന്റെ സ്വദേശി ദർശൻ പദ്ധതിയുടെ ഭാഗമായുള്ള നവീകരണ പ്രവർത്തനങ്ങൾ ചൊവ്വാഴ്ച പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മുഖം മാറുകയാണ്. 78 കോടി 55 ലക്ഷം രൂപയുടെ പദ്ധതിയിൽ 63 കോടി രൂപയുടെ നിർമ്മാണം പൂർത്തിയാക്കി കഴിഞ്ഞു. ക്ഷേത്രത്തിനു ചുറ്റുമുള്ള നടപ്പാതകൾ ഗ്രാനൈറ്റ് പാകി. വിശ്രമ കേന്ദ്രങ്ങൾ, ശുചിമുറികൾ, 3 ഇൻഫർമേഷൻ കേന്ദ്രങ്ങൾ തുടങ്ങിയവ സ്ഥാപിച്ചു. ക്ഷേത്രത്തിന് സമീപത്തെ റോഡുകളെല്ലാം നവീകരിച്ചു. ക്ഷേത്രഭിത്തികളുടെ ഉയരവും കൂട്ടി. ക്ഷേത്രത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും കൂടുതൽ നിരീക്ഷണ ക്യാമറകളും സ്ഥാപിച്ചു. പത്മതീർത്ഥക്കുളത്തിന്റെ നവീകരണം അവസാന ഘട്ടത്തിലാണ്. ക്ഷേത്രത്തിന്റെ പൈതൃകം നിലനിർത്തിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ. സ്വദേശി ദർശൻ പദ്ധതി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത ശേഷം മാർച്ചിന് മുൻപ് മുഴുവൻ നിർമ്മാണവും പൂർത്തിയാക്കാനാണ് ആലോചന. മാർച്ച് 31 മുമ്പായിട്ട് 78 കോടിയുടെയും പ്രവർത്തനങ്ങൾ പൂർണ്ണതോതിലാക്കാൻ കഴിയും. ഇപ്പൊ അദ്ദേഹം വരുമ്പോഴത്തേക്ക് നിശ്ചയമായിട്ടും ഈ ക്ഷേത്ര പരിസരവുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അത് നമുക്ക് അൺവീൽ ചെയ്യാനായിട്ട് സാധിക്കും. ക്ഷേത്രത്തിന്റെ 1.5 കിലോമീറ്റർ ചുറ്റളവിലെ വൈദ്യുതി, ടെലഫോൺ കേബിളുകളിലെല്ലാം ഭൂമിക്കടിയിലാക്കുന്ന ജോലികളാണ് ഇനി പൂർത്തിയാക്കാനുള്ളത്. ന്യൂസ് 18 തിരുവനന്തപുരം. അയ്യപ്പനെക്കുറിച്ചുള്ള വിവാദ ഫേസ്ബുക്ക് പോസ്റ്റ് സംവിധായകൻ പ്രിയനന്ദൻ പിൻവലിച്ചു. ഭാഷ മോശമായെന്ന് ബോധ്യപ്പെട്ടതിനാലാണ് കുറിപ്പ് പിൻവലിച്ചതെന്ന് പ്രിയനന്ദൻ പറഞ്ഞു. അല്ല, അത് അശ്ലീലമായിട്ടുള്ളത് തോന്നിയത് കൊണ്ട്, അല്ലെങ്കിൽ ഒരു വാക്കിൽ അല്ലെങ്കിൽ പറഞ്ഞ വാക്കിന്റെ ഭാഷ ശരിയില്ലാത്തതുകൊണ്ടാണ്, ശരിയില്ല എന്നുള്ള ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണ് ഞാൻ പിൻവലിച്ചത്. അല്ലെങ്കിൽ പിൻവലിക്കില്ല. കാരണം നമ്മൾ അതിൽ ഭാഷാ പ്രയോഗം ഒരു അടിസ്ഥാനത്തിൽ അതൊരു നല്ല രീതിയിലായിരുന്നില്ല എന്നുള്ളത് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാനത് പിൻവലിച്ചു. അതേസമയം തൃശൂർ വല്ലച്ചിറയിലെ പ്രിയനന്ദന്റെ വീട്ടിലേക്ക് BJP പ്രവർത്തകർ മാർച്ച് നടത്തി. BJP നേതാവ് അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് വല്ലച്ചിറ ജംഗ്ഷനിൽ പോലീസ് തടഞ്ഞു. ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ BJP പോലീസിൽ പരാതി നൽകി. ഗാന്ധിജിയെക്കുറിച്ച് പ്രസംഗിക്കുന്നതിനിടയിൽ പ്രമുഖ ഗാന്ധിയനും ഗാന്ധി പീസ് ഫൌണ്ടേഷൻ മുൻ സംസ്ഥാന അധ്യക്ഷനുമായ KPA റഹീം കുഴഞ്ഞു വീണ് മരിച്ചു. ഗാന്ധിജി മാഹിയിലെത്തിയതിന്റെ 85ാം വാർഷിക പരിപാടിയിൽ സംസാരിക്കുന്നതിനിടെയാണ് സംഭവം. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. പാനൂർ സ്വദേശിയാണ് റഹീം. 67 വയസ്സായിരുന്നു. കോട്ടയത്ത് വാഹനാപകടത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയായിരുന്ന ആംബുലൻസ് ഇടിച്ച് ഒരാൾ മരിച്ചു. പാലാ ആൾനാട് സ്വദേശി ശേഖരനാണ് മരിച്ചത്. പോലീസ് വാഹനവും അയ്യപ്പ ഭക്തരുടെ വാഹനവും കൂട്ടിയിടിച്ചാണ് ആദ്യം അപകടമുണ്ടായത്. ഈ അപകടത്തിൽ 5 അയ്യപ്പന്മാർക്കും 2 പോലീസുകാർക്കും പരിക്കേറ്റു. കർണാടകയിൽ നിന്നുള്ള അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ഗുരുതരമായി പരിക്കേറ്റ 5 അയ്യപ്പ ഭക്തരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.